ഇതിനായെന്നുള്ള പാട്ടുണ്ടല്ലോ, അതിനൊരു കഥയുണ്ട് വേറെ. അത് വേറൊരു പാട്ട് രഞ്ജിത്ത് ഡയറക്ടർ വന്നിട്ട് ഇത് വേണമെന്ന് പറഞ്ഞതാ. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്നുള്ള പാട്ട് അതേപോലെ അത് തന്നെ അതേ മീറ്റർ തന്നെ എഴുതിയത്. ആ പാട്ടാണ് എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു, കഞ്ചബാണെഴുന്നള്ളും നെഞ്ചിലുള്ള എഴുതിയിട്ട് എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ലേ, ഇനി മിന്നും പൊന്നും അണിയുള്ള കാലമായില്ലേ. എന്നിട്ട് എന്താ ട്യൂൺ അത് പാട്. എന്നിട്ട് അത് രസമല്ല. അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ അതേ രാഗത്തിനെ ബേസ് ചെയ്ത് വേറൊരു ഛായയിൽ ഇതാണ് തോന്നാത്ത രീതിയിൽ മാസ്റ്റർ അകത്തിരുന്ന്, ഇപ്പം എന്നെ ഒന്നും ആരും അറിയില്ല, എന്നെ കണ്ടാലൊന്നും അറിയില്ല. അവിടുത്തെ ഫ്ലാറ്റിൽ ഒരു മുറി ഇരുന്ന് ഇദ്ദേഹം ഇതേ രാഗത്തിൽ തന്നെ മറ്റൊരു റൂട്ടിൽ ചെയ്തു. അപ്പം ഞാൻ ഈ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. എന്നെ ആരും അറിയില്ല, ഞാൻ പുറത്തിറങ്ങി എനിക്ക് പേടിയാണല്ലോ ഇതെന്താകും എന്നറിയില്ല. ആദ്യത്തെ പിന്നെ കല്യാണമല്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ പേടിച്ച് സിഗരറ്റ് വലിച്ചു ഓട്ടോക്കാരൻ വന്നു. വേറെ ആ ഫ്ലാറ്റിൽ ആരെയോ കൊണ്ട് ഇറക്കാൻ വന്നപ്പോഴത്തേക്ക് ഈ ഓട്ടോക്കാരൻ കാശ് മേടിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ഒരു ചെവി അവിടെയായിരുന്നു. കാര്യം അത് അപ്പം തന്നെ ഒരു സാധാരണ മനുഷ്യനിലേക്ക് ആ പാട്ട് ഇറങ്ങി. ഒന്നുമല്ല, വെറുതെ ഒരു ഹാർമോണിയവും ഈ ശബ്ദവും മാഷിൻ്റെ ശബ്ദവും മാത്രമേ ഉള്ളൂ. ഈ ശബ്ദം പുറത്തു നിന്ന് കേൾക്കുന്ന ഓട്ടോക്കാരെ എന്നോട് ചോദിച്ചു, ആരാ അത്? രവീന്ദ്ര മാഷ. കൊള്ളാം കേട്ടോ ഈ പാട്ട്. ആ സാധന ആദ്യത്തെ പാട്ടിൻ്റെ ജനനത്തിൽ തന്നെ ഒരു തീരുമാനം സാധാരണ ശ്രോതാവ് എടുക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് കഴിഞ്ഞ് ആരൊക്കെ പറഞ്ഞു അത് വേണ്ട, ഇത് മറ്റൊരു പാട്ടിൻ്റെ ഛായയിൽ രവീന്ദ്ര മാഷ് ചെയ്യണ്ട, അതെ അതൊരു അങ്ങനെ തോന്നിപ്പിക്കണ്ട. അങ്ങനെ ഉണ്ടായതാണ് എന്തിനായി അതെ അതെ തടം തുടിച്ചു, അതെ എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു. പോലെ അതെ.